ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പപ്പിമോള് പറയുക, അച്ഛൻ താമസിക്കുന്നത് ഇപ്പോൾ സുസ്മിത ആൻറ്റിയുടെ വീട്ടിലല്ലേ, എന്ത് ചെയ്യാനാ, അവിടെ പോയി വിളിക്കാൻ പറ്റുമോ? അതിന് പപ്പി, നിനക്ക് ആ വീടറിയാവോ? എനിക്കറിയാം, ഞാൻ അമ്മയോടൊപ്പം ഒരു പ്രാവശ്യം അവിടെ പോയതാ സത്യേ. എന്ത് ചെയ്യാനാ, നാളെ അച്ഛനെയും കൊണ്ട് സ്കൂളിൽ വരാവളെന്നാണല്ലോ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ ചെന്ന് വിളിക്കുന്നത് എങ്ങനെയാ? പപ്പി, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇന്ന് ഏതായാലും 1 മണിക്കൂർ നേരത്തെ അല്ലേ സ്കൂൾ വിട്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് വിളിക്കാൻ വരുന്നതിന് മുമ്പേ സുസ്മിത ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് രോഹിത് അങ്കിളിനെ കണ്ടാലോ? എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ പപ്പി? പോകാം സത്യ, എങ്ങനെങ്കിലും അച്ഛനെ വിളിച്ചോണ്ട് വേണം വരാൻ. സത്യഭാമയും പൊന്നിയും കൂടെ ബിഗ് ഷോപ്പർ നിറച്ച് പലഹാരങ്ങളുമായിട്ട് ഓരോ കടകൾ തോറും കയറി ഇറങ്ങുവാണ്. അവിടെയുള്ള ഒരു കടയിലോട്ട് കയറി ചെന്നിട്ട് പൊന്നി പറയുന്നു, അച്ചപ്പവും മുറുക്കും വെട്ടുകേക്കും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല വെളിച്ചെണ്ണയിൽ ചെയ്തതാ, ഇതിവിടെ വെക്കട്ടെ, വിറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ ഒരുപാട് സാധനം ഇരിക്കുക, ഇതൊന്നും വിറ്റ് പോയിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങളിത് വെച്ചിട്ട് ഉടനെ പൈസയും ചോദിക്കും, ഉടനെ പൈസയും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പൈസ തരാൻ പറ്റത്തുള്ളൂ. അതും സാധനങ്ങൾ വാങ്ങിച്ച് നല്ലതാണെന്ന് ആളുകൾ അഭിപ്രായം പറഞ്ഞാൽ മാത്രം. അങ്ങനെ മതിയെന്നും പറഞ്ഞ് സത്യഭാമ സമ്മതിച്ചിട്ട് പലഹാരങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് അവിടെ വെക്കുന്നുണ്ട്. അപ്പോഴാ കടയോണറിൻ്റെ ഭാര്യ ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് കാണുവാണ്. അവർക്ക് സത്യാമ്മയെ കണ്ടപ്പോഴേ മനസ്സിലായി, ഇതാ സത്യഭാമയല്ലേ, അഹങ്കാരി, ഇവൾ ഈ നിലയിലെത്തിയോ? ഭഗവാനെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇവൾ ഇത്രയ്ക്ക് അതപ്പതിച്ചല്ലോ. അവരങ്ങനെ കുറച്ച് അഹങ്കാരത്തോടിങ്ങോട്ട് വന്നിട്ട് പറയുന്ന സത്യാമ്മയോട്, പലഹാരം വെക്കണ്ട, എടുത്തോളൂ എല്ലാം. അത് കേട്ടിട്ട് അവിടെ ഹസ്ബൻഡ് ചോദിക്കും, എന്താ നീയല്ലേ പറഞ്ഞ് കുറച്ച് പലഹാരമൊക്കെ മേടിച്ച് വെക്കണമെന്ന്? ഇതേ ഇവരുടെ പലഹാരമൊന്നും ഇവിടെ വേണ്ട. പൊന്നി പറയുന്നത്, ഇതെല്ലാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെയ്ത പലഹാരമാണ്, നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞത്, അതും ഈ സ്ത്രീ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പലഹാരം ഈ കടയിൽ ആവശ്യമില്ല. അവരുടെ ഭർത്താവ് ചോദിക്കുന്നു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, നിങ്ങൾ ഇവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഇവരെ മനസ്സിലായോ? ഇവരുടെ മുഖം എൻ്റെ മനസ്സിലൊന്നും ഒരിക്കലും മാറില്ല, അത്ര ക്രൂരയായ ഒരു സ്ത്രീയാണിവർ. ഇവർ പണ്ട് പൈസ പലിശയ്ക്ക് കൊടുക്കുന്നതായിരുന്നു. നമ്മുടെ മോടെ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പൈസയ്ക്കായിട്ട് ഓടി നടന്നപ്പോഴേ ഞാൻ ഇവരുടെ അടുത്ത് ചെന്നിരുന്നു പൈസയ്ക്ക്. ഇവർ പൈസ അന്ന് തന്നില്ലെന്ന് മാത്രമല്ല, ഇവരെന്നെ ആക്ഷേപിച്ചും വിട്ടു. പറഞ്ഞതെന്താണെന്നറിയോ? പ്രസവേ അത് 1 ദിവസം കൊണ്ടൊന്നും വരുന്നതല്ലല്ലോ, നേരത്തെ കൂട്ടി ഇതിനുള്ള പൈസയൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിലേ ഈ പ്രസവത്തിനൊന്നും പോകാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് അവരെന്നെ ഒരുപാട് ആക്ഷേപിച്ചു. അന്ന് അവിടെ നിന്ന് ഞാൻ ചങ്ക് തകർന്ന് ഒരുപാട് ഇവരെ പ്രാഗി. ഈശ്വരൻ ആ പ്രാക്കെല്ലാം കേട്ട് എങ്ങനെ ഇരുന്ന ഒരു സ്ത്രീയാ. ഇവരുടെ അവസ്ഥ കണ്ടോ? ഇവരിനിയും നശിക്കും, ഒരു കാലത്തും ഇവർക്ക് ഗതി പിടിക്കില്ല. എന്നെപ്പോലുള്ള എത്ര പേരുടെ പ്രാക്ക് ഇവർക്കുണ്ടെന്നറിയാവോ? എല്ലാ പ്രാക്കും ഇവരുടെ തലയിൽ വീണ് ഇവർ നശിച്ചു പോകത്തതേ ഉള്ളൂ. എടുക്കെടുക്ക്, നിങ്ങളുടെ ഒരു പലഹാരം ഈ കടയിൽ വേണ്ട, പെട്ടെന്ന് എടുത്തോണ്ട് ഇവിടുന്ന് പൊയ്ക്കോണം. അവരെങ്ങനെ പറഞ്ഞത് കേട്ട് നാണിച്ച് തല കുനിഞ്ഞ് വിഷമിച്ച് സത്യഭാമയും പൊന്നിയും കൂടെ ആ പലഹാരങ്ങളെല്ലാം എടുത്തോണ്ട് പോവുകയാണ്. വിഷ്ണുവിൻ്റെ ലോറി അവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് അവർ ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. കമലൻ ജ്യൂസൊക്കെ അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസ് അതുവഴി വരുന്നുണ്ട്. ചന്ദ്രബോസിന് ഇത് വിഷ്ണു ഓടിക്കുന്ന ലോറിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് ചന്ദ്രബോസ് ആ ലോറിയുടെ മുന്നിൽ കൊണ്ടുപോയി ജീപ്പ് ഇടുകയാണ്. എന്നിട്ട് കമലൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നു, ആരാടാ ഈ ലോറി അവിടെ കൊണ്ടിട്ടത്? എൻ്റെ അപ്പൻ്റെ വകയാണോടാ റോഡ് എന്നൊക്കെ കുറച്ചങ്ങോട്ട് ചോദിക്കുവാണ്. സാറേ, അത് ഈ ജ്യൂസ് കുടിക്കാനായിട്ട് വണ്ടി അവിടെ നിർത്തിയതാ, ഇപ്പം തന്നെ അങ്ങ് എടുത്തോളും. അതൊന്നും പറ്റത്തില്ല, നീ ഇപ്പം തന്നെ ഇതെടുക്കണം. സാറേ, അത് ആശാൻ വരാതെ പറ്റത്തില്ല, ഏതാശാനാടാ നിൻ്റെത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ സാറേ പ്രശ്നം? ഓ, ആശാൻ വന്നോ? റോഡ് എന്താടാ, നിൻ്റെ തറവാട് സ്വത്താണോ അതോ നിനക്ക് സ്ത്രീധനം കിട്ടിയതാണോ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ? സാറേ, അങ്ങനെ ചോദിച്ചാലേ എൻ്റെ ലോറിയുടെ മുന്നിലല്ലേ സാറിൻ്റെ വണ്ടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം കുറച്ചങ്ങോട്ട് കടുപ്പിച്ച് ഞാനങ്ങോട്ട് ചോദിച്ചാലോ? നീ കടുപ്പിച്ചെന്നൊക്കെ പറഞ്ഞത് അത് നീ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞതാണോടാ? അല്ല സാർ, ഇതൊക്കെ ഇങ്ങനെ ഊഹിച്ച് പറയുന്ന ആളാണല്ലോ, അങ്ങനെ ഇനി ഊഹിച്ച് പറയുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങ് എടുത്തോ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ അങ്ങ് പിടിക്കുവാണ്. യൂണിഫോം ഇട്ടിരിക്കുന്ന പോലീസുകാരനെ നോക്കി തറുതല പറയുന്നടാ. സാറേ, കൈയെടുക്ക്. യൂണിഫോം ഇട്ടിരിക്കുന്ന പോലീസുകാരനെ റോഡിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയെന്നറിഞ്ഞാലേ വലിയ നാണക്കേടാ. സാറിനറിയാമല്ലോ അടിയുടെ കാര്യത്തിൽ ഞാൻ ആരാണെന്ന്, സാറിന് അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് പിടി സാറേ, വിഷ്ണുവാ പറയുന്നത് എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ചന്ദ്രബോസ് ആ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് പിടിയങ്ങ് വിടുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള കണക്കേ നമ്മൾ തങ്ങളിലങ്ങ് തീർത്താൽ പോരെ, പാവ, എന്തിനാ ഈ ചെറുക്കൻ്റെ വക്കത്തോട്ട് കയറുന്നത്? എടാ വിഷ്ണു, നിന്നെ എൻ്റെ കയ്യിലൊന്ന് ഒതുങ്ങി കിട്ടുന്നവരെ ഞാൻ നിന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ കാണുമ്പോഴൊക്കെ നിന്നെ ചൊറിഞ്ഞുകൊണ്ടും ഇരിക്കും.
അപ്പോഴേക്കും ജ്യൂസ് കടക്കാരൻ 2 ജ്യൂസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് ചന്ദ്രബോസ് അതിൽ നിന്നൊരു ജ്യൂസ് എടുത്ത് പകുതി കുടിച്ചിട്ട്, എടാ കണക്കൊക്കെ ഒരുപാട് തീർക്കാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്, അപ്പോഴേ ഈ ജ്യൂസിൻ്റെ കണക്കൂടെ അതിൽ എഴുതിക്കോ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് പോവുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ നടക്കാൻ വയ്യാതെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ വിയർപ്പുമൊക്കെ തുടച്ച് സത്യഭാമയും പൊന്നിയും കൂടെ 2 ബിഗ് ഷോപ്പർ നിറച്ച് സാധനമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. ഓരോ കടകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുള്ള വരവാണ്. ആ കാഴ്ച കണ്ട് വിഷ്ണുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. എങ്ങനെ ഇരുന്ന് എൻ്റെ അമ്മയായിരുന്നു ആ പഴയ കാലമൊക്കെ വിഷ്ണു ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്. സർവാഭരണഭൂഷിതയായി സകലരെയും ഭരിച്ചുകൊണ്ട് നടന്ന എൻ്റെ അമ്മയുടെ ഒരു ഗതി കണ്ടോ? ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ അമ്മയുടെ അവസ്ഥയെന്നോർത്ത് വിഷ്ണുവിൻ്റെ ഉള്ളു നീറുവാണ്. സത്യഭാമയും പൊന്നിയും വിഷ്ണുവിനെ കണ്ടെങ്കിലും അത് കാണാത്ത ഭാവത്തിൽ ഇങ്ങനെ അവർ നടന്നു പോവുകയാണ്. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ വിഷ്ണു പെട്ടെന്ന് ലോറി സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ്. കമലനെ ലോറിയിൽ കയറ്റിയിട്ടുമില്ല. കമലൻ പുറകെ മാശാനെ ഞാൻ കയറിയിട്ടില്ല എന്നും പറഞ്ഞ് കമലൻ ആ ലോറിയുടെ പിന്നാലെ ഓടുവാണ്. ശാന്ത സ്കൂളിൽ പപ്പിയും സത്യയും വിളിച്ചോണ്ട് വരാൻ വന്നപ്പം സെക്യൂരിറ്റി പറയുന്നു, കുട്ടികളെല്ലാം പോയല്ലോ, ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഒരു പീരീഡ് മുമ്പേ വിട്ടല്ലോ. അയ്യോ ആണോ? എന്നാലും ഞാൻ ആ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് നോക്കട്ടെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ എല്ലാം നോക്കിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ശാന്ത ഉടനെ ശാരദാമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയുവാണ്. ശാരദാമ്മ പറയുന്നു, ശാന്തയെ നീ അവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്ക്. വീണ്ടും ശാന്ത അവിടെയൊക്കെ നോക്കിയിട്ട് കുട്ടികളെ കാണുന്നില്ല. വിഷ്ണുവോ മറ്റോ പോയി ഇനി വിളിച്ചോണ്ട് വരുവാണെങ്കിലോ? അതുകൊണ്ട് നീ നിൽക്കേണ്ട, നീ ഇങ്ങ് പോരെ. നമ്മുടെ ജഗദീപാണെങ്കിൽ മൊബൈൽ വെച്ച് ഗെയിം കളിച്ചിങ്ങനെ ഇരിക്കുവാണ്. കാലുമേ കാലുമൊക്കെ വെച്ച് സോഫയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുവാണ്. കാരണം സുസ്മിത അവിടെ ഇല്ല. ഈ സമയത്താണല്ലോ ജഗദീപിന് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. രോഹിത്താണെ അവിടെ നിന്ന് ശരിക്കും മദ്യപിക്കുവാണ്. എന്തൊക്കെയോ വായിലിടുന്നു, മദ്യം ഒഴിച്ചൊഴിച്ച് കുടിക്കുന്നു, ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് പപ്പിമോളും സത്യമോളും അങ്ങോട്ട് വന്ന് കോളിംഗ് ബെല്ലടിക്കുവാണ്. ഈശ്വര, ആ നശിച്ചവൾ എത്തിയോ? കുറച്ചു നേരം ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണല്ലോ എന്നിങ്ങനെ ജഗദീപ് ആലോചിച്ചിട്ട് തുറക്കണോ വേണ്ടായോ എന്നിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് കോളിംഗ് ബെൽ നിർത്താതെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ആരാ ഇത്ര വലിയ അത്യാവശ്യക്കാർ? എന്നാൽ കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് ജഗദീപ് വീണ്ടും ഗെയിം കളിക്കുവാണ്. ആ സമയത്ത് പപ്പി വീണ്ടും നിർത്താതെ അങ്ങ് കോളിംഗ് ബെല്ലടിക്കുവാണ്. ഇതാരാന്നും പറഞ്ഞ് സഹിക്കാൻ വയ്യാമല്ലോ എന്നും പറഞ്ഞ് ജഗദീപ് ഒന്ന് കതവ് തുറക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളാണ്. അല്ല, ഇത് 2 കുരുപ്പുകളാണല്ലോ. ഇതാരാ ഇവിടെ വന്നത്? എന്താ മക്കളെ, നിങ്ങൾ എന്താ വന്ന്? ഞങ്ങളെ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനോ? ദൈവമേ, ഞാൻ അച്ഛനായോ ഇതിനകം? ഏത് വകയില? എവിടാ ഞാൻ അച്ഛനായത്? മക്കളെ, നിങ്ങൾ വീട് മാറി വന്നതായിരിക്കും. ഇല്ല, എനിക്കറിയാം, ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, അച്ഛനെ കണ്ടിട്ടുമുണ്ട്. അയ്യോ, എന്നെ കണ്ടിട്ടുണ്ടെന്നോ? ഇല്ല, നശിച്ചവൾ വരാൻ സമയമായല്ലോ. അവക്കിനി ഞാൻ എന്തുത്തരം പറയും? ഇത് ഏതാ എൻ്റെ കൊച്ച്? മോക്ക് വീട് തെറ്റിപ്പോയതാ? അല്ല, ഞാനിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനെ കാണാൻ വന്നു. എൻ്റെ അച്ഛനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഞാനും എൻ്റെ അമ്മയും കൂടെ ഇവിടെ വന്നിരുന്നത്. എന്നിട്ടും രോഹിത്തിനൊന്നും മനസ്സിലാകാതെ നിന്നപ്പോൾ സത്യമോള് പറയുക, ഞാൻ കളക്ടർ ശാലിനിയുടെ മോളാ. അപ്പോഴാണ് ജഗദീപിന് കാര്യങ്ങളുടെ പിടി മനസ്സിലായത്. ഓ, അപ്പോൾ രോഹിത്തിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും കുഞ്ഞുങ്ങൾ. അങ്കിൾ ഇവിടുത്തെ ആരാ? അയ്യോ, ഞാൻ ഇവിടുത്തെ ആരാന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? സുസ്മിതയുടെ ഭർത്താവെന്ന് പറയുന്നോ? അവിടെ വേലക്കാരനാന്ന് പറയണോ? അതോ കണ്ടവരുടെയൊക്കെ അടിമേടിക്കാൻ ഞാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുക എന്ന് പറയണോ? അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ നമ്മുടെ ജഗദീപ് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യമോളും പപ്പിമോളും രോഹിത്തിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രോഹിത്തിനെ നാളെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.